ഹായ് സുഹൃത്തുക്കളെ, ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു പ്രിൻസസ് കട്ട് ഹൈനെക്ക് ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ അല്പം വൈകിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വേറെയും ചില ജോലികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സദയം ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പ്രിൻസസ് കട്ട് ഹൈനെക്ക് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുകയാണ്. അത് ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു തേരെ മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് ആ തേര നേരെ വരച്ച് അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അടിക്കാനായിട്ടുള്ള മാർക്കും ഞാൻ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് അവർ 2 അളവ് തന്നിട്ടുള്ളൂ. അതായത് ചെസ്റ്റിൻ്റെ അളവും ബ്രസ്റ്റിൻ്റെ അളവും തന്നിട്ടുള്ളൂ. അപ്പം 38ഉം 40ഉമാണ്. ചെസ്റ്റും ബ്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം 2 ഇഞ്ചാണ്. അപ്പം 38 ഇഞ്ച് ചെസ്റ്റും 40 ഇഞ്ച് ബ്രസ്റ്റും ഉള്ളതാണ്. അപ്പം ഞാനതിന് ഏകദേശം ഒരു 14 ഇഞ്ച് ഇറക്കം കൊടുക്കുവാണ്. 14 ഇഞ്ച് ഇറക്കം ഏകദേശമാണ് കേട്ടോ, കാരണം ഇറക്കം അത്രയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ 14 ഇഞ്ച് ഇറക്കം ഞാൻ കൊടുത്തിട്ട് ഞാൻ അതൊന്നിങ്ങനെ ലൈനൊന്ന് നേരെ വരയ്ക്കാം. അതിന് മുകളിൽ ഞാനിങ്ങനെ 4 ഇഞ്ചും പോയിന്റും തയ്യൽ തുമ്പും വരയ്ക്കാം. അപ്പോൾ ഇതിന് ഷോൾഡർ നമ്മൾ ഈ ഷോൾഡർ ഈ ഹൈനെക്ക് ബ്ലൗസിനെന്ന് പറയുമ്പോൾ ഷോൾഡർ കറക്റ്റ് ആയിരിക്കണം, അതിലൊട്ടും കുറയ്ക്കാനൊന്നുമില്ല. അപ്പോൾ ഇതിന് ഷോൾഡർ ഞാൻ 14 ഇഞ്ച് ഷോൾഡറാണ്. അപ്പോൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ. 14 ഇഞ്ച് ഷോൾഡർ, അതിൻ്റെ പകുതി 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഷോൾഡർ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 14 ഇഞ്ച്, അതിന് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് ഞാനിങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാം. ഇനി നമുക്ക് ആംഹോൾ മാർക്ക്, ഈ ലൈനിൽ ആംഹോൾ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ആംഹോൾ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ആംഹോൾ അളവെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അളവെടുക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ആംഹോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് അളവിൻ്റെ 6-1 ആംഹോളായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 38 ഇഞ്ചാണ്. അതിൻ്റെ 6-1 എന്ന് പറയുമ്പോൾ 6.25 പോയിന്റും വരും. അപ്പോൾ ഞാൻ 6.25 പോയിന്റ്, 6.25 മാർക്ക് ചെയ്യാം. ഒരു പോയിന്റ് വ്യത്യാസമില്ല. അത് നമുക്ക് കൈ പിടിപ്പിക്കുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ 6.25 ഞാനിങ്ങനെ ആംഹോൾ മാർക്ക് ചെയ്തു കേട്ടോ. അതിലാണ് നമ്മൾ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 6.25 ആംഹോളിന് മാർക്ക് ചെയ്തു. അതിൻ്റെ സെൻറ്റർ 3 പോയിന്റും അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ ലൈനിലാണ് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണത്. ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 38 ഇഞ്ചാണ്. അതിൻ്റെ 4-1 എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് നമ്മൾ ചേർത്തു, 1/2 ഇഞ്ച് ലൂസ്. അപ്പോൾ ഇത് ലൈനിങ് ബ്ലൗസ് അല്ല, സാധാ ബ്ലൗസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് ലൂസ് ചേർത്തു. അതിനുശേഷം താഴെ ഇതിന് വേസ്റ്റ് അളവ് തന്നിട്ടില്ല. അപ്പോൾ വേസ്റ്റ് അളവ് തരാത്തത് കൊണ്ട് ആകെപ്പാടെ 2 അളവേ ഉള്ളൂ, ചെസ്റ്റും ബ്രസ്റ്റും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് അളവ് തരാത്തത് കൊണ്ട് ഞാനൊരു 33 ഇഞ്ച് വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ആ 33ൻ്റെ 4-1 എന്ന് പറയുന്നത് 8.25 ഇഞ്ച്. അപ്പോൾ ഒരു 8.25 ഇഞ്ച് ഞാൻ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാനൊരു 3/4 ഇഞ്ച് ബാക്കിൽ ടക്കിന് വേണ്ടി മാർക്ക് ചെയ്തു. ഒരു 3/4 ഇഞ്ച് ബാക്കിൽ ടക്കിന് വേണ്ടിയിട്ട്. അതിനപ്പുറത്തേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇവിടെ ചെസ്റ്റ് അളവ് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്ന് നേരെ വരയ്ക്കാം. അപ്പോൾ താഴെ വേസ്റ്റ് അളവ് കഴിഞ്ഞിട്ട് 3/4 ഇഞ്ച് തയ്യൽ തുമ്പിനും 3/4 ഇഞ്ച് ടക്കിനും 1 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ടക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 9 ഇഞ്ചുണ്ട്, അതിൻ്റെ 4.5 ഇഞ്ച്. 4.5 ഇഞ്ചിൽ നമ്മളൊരു 4.5 ഇഞ്ച് ടക്ക് മുകളിലേക്ക്, ടക്കിൻ്റെ ഉയരം 4.5 ഇഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് 1/4 ഇഞ്ച് പോയിന്റ് വെച്ച് 2 സൈഡിലേക്ക്, അതാണ് നമ്മൾ ടക്ക് മാർക്ക് ചെയ്യണേ. 1/4 ഇഞ്ച് പോയിന്റ് വീതം 2 സൈഡിലേക്ക്, അങ്ങനെ 3/4 ഇഞ്ച്. അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്ന് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ടക്കിനും വരച്ചു. ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ വീതി
കഴുത്ത് നമുക്ക് എത്ര വേണമെങ്കിലും വീതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനൊരു 6.5 ഇഞ്ച് വീതി കൊടുക്കുവാണ്. അപ്പോൾ ഒരു 3.25 ഇഞ്ച്, 6 ഇഞ്ചിൻ്റെ പകുതി 3.25 ഇഞ്ച് അതിനൊക്കെ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ 3.25 ഇഞ്ച് ഞാൻ വീതി കൊടുത്തു. 3.25 6.5 ഇഞ്ച്. ഇവിടെ ഞാൻ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തു. എന്നിട്ട് ഞാൻ ആ സ്ലോപ്പ് ഈ 3.25 ഇഞ്ച് കഴുത്ത് മാർക്ക് ചെയ്ത് അങ്ങോട്ട് ഞാനിങ്ങനെ സ്ലോപ്പ് കൊടുക്കുവാണ് കേട്ടോ. ആ സ്ലോപ്പ് കൊടുത്തു. ഇനി നമ്മളിവിടെ സെൻറ്റർ വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ ആം ഹോൾ സ്കെയിൽ വെച്ച് ആം ഹോളിന് ഷേപ്പ് കൊടുക്കുവാണ് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്കറിയാതെ താഴത്തെ വരയിൽ മുട്ടിക്കണം, ഇവിടെ നമ്മളിങ്ങനെ മുട്ടിക്കണം, ഇവിടെ ഒരു 1/2 ഇഞ്ചോളം മാറി നിൽക്കണം. ആ രീതിയിലാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്കി. അപ്പോൾ ഈ ബാക്കി എനിക്ക് മുറിച്ചെടുക്കാം. ഞാൻ അതിൻ്റെ ടക്കാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാനുള്ളതാണ്. ടക്ക മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ടാണ് മുറിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഫ്രണ്ട് മുറിക്കുമ്പോഴുള്ള ഒരു വ്യത്യാസമാണ്. ഇത് ഹൈനെക്ക് ബ്ലൗസ് ആണല്ലോ. ഹൈനെക്ക് ബ്ലൗസിന് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യണം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ 2 ലെയറായിട്ട് മടക്കിയിടുന്നു. എന്നിട്ട് നമ്മളിവിടെ നെക്ക് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് നമ്മളിവിടെ അത് ഇങ്ങനെ കട്ട് ചെയ്യുക. അതായത് ഇങ്ങനെ മുറിച്ചിട്ട് 2 സൈഡ് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഹൈനെക്ക് ഇങ്ങനെ നമ്മൾ 2 സൈഡും കൂടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യും. പക്ഷേ ഞാനിവിടെ ചെയ്യുന്ന ഈ ജോയിൻറ്റ് ഇല്ലാതെ ഹൈനെക്ക് മുറിക്കാനാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ. ഇങ്ങനെ ജോയിൻറ്റ് ചെയ്താണ് സാധാരണ ഹൈനെക്ക് അടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഹൈനെക്ക് ജോയിൻറ്റ് ഇല്ലാതെ ഹൈനെക്ക് മുറിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അന്നേരം ഇതിനുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തുണി നമ്മൾ മടക്കിയിടുമ്പോൾ ഇങ്ങനെ ഇവിടെ മുറിക്കാത്ത രീതിയിലും നമ്മൾ 2ആയിട്ട് മടക്കിയിടണം. അങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഞാനുണ്ടല്ലോ, നമ്മൾ ഈ ബാക്കിൽ കഴുത്തളവ് കൊടുത്തതുണ്ടല്ലോ, അപ്പം നമ്മൾ ഇത് ഞാൻ മുറിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഈ ബാക്കിൽ നമ്മൾ ഈ കഴുത്തളവ് കൊടുത്തത് 3.25 ഇഞ്ചാണ്. അപ്പോൾ ആ 3.25 ഇഞ്ച് നമ്മൾ ഈ ഫോൾഡിൻ്റെ ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഇറക്കി വെക്കണം കേട്ടോ. ഇറക്കി വരയ്ക്കുക. 3.25 ഇഞ്ച് നമ്മൾ താഴേക്ക് ഇറക്കി വരയ്ക്കുക. എന്നിട്ട് അതിൽ ഞാനിങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ നേരെ വരയ്ക്കാം. നമ്മൾ ആ കഴുത്ത് എത്രയാണോ മാർക്ക് ചെയ്തത്, അകലം മാർക്ക് ചെയ്തത്, ആ ലെവലിൽ നമ്മൾ ഈ ഫോൾഡിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ താഴേക്ക് ഇറക്കി അങ്ങ് വരയ്ക്കണം ഇങ്ങനെ. അതിനുശേഷം നമ്മളിവിടെ ഈ തേര് മുറിച്ച് കളയാനായിട്ട് നമ്മൾ ഒരു ആ തേരിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ പടി പിടിപ്പിക്കാനായിട്ട് ഒരു 1/4 ഇഞ്ച് പോയിന്റും നമ്മൾ അതിനു വേണ്ടി വരയ്ക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ ബാക്കി വെക്കണം. ബാക്കി വെച്ച് നമ്മൾ ആ ലൈനിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക. ഉണ്ടോ? ഇങ്ങനെ ആ ബാക്കി പീസ് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആ കഴുത്തിൻ്റെ വീതി ഉണ്ടല്ലോ, അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ ആം ഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. ആം ഹോളിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക. ആം ഹോൾ നമ്മളിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തുക. കഴുത്തിൻ്റെ ഇതും ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ബാക്കി വെട്ടിയതിനേക്കാൾ ഒരു 3/4 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ കയറ്റിയിടണം കേട്ടോ. കൂടുതലായിട്ട് കയറ്റിയിടണം. ഒരു 3/4 ഇഞ്ച് നമ്മൾ കൂടുതൽ കയറ്റിയിടുക. അല്ലെങ്കിൽ ഫ്രണ്ടിനേക്കാൾ 3/4 ഇഞ്ച് ബാക്കി മുകളിലേക്ക് കയറ്റിയിടുക. അതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇത്ര മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാക്കി പീസ് എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മളിവിടെ ഇതൊന്ന് കറക്റ്റായിട്ട് സ്ക്വയർ ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കഴുത്ത് ഹൈനെക്കാണ്. ഹൈനെക്ക് നമ്മളിങ്ങനെ നേരെ ആ 3.25 ഇഞ്ച് തന്നെ നമ്മൾ നേരെ മുകളിലേക്കും വരയ്ക്കുകയാണ് കേട്ടോ.
ആ 3.25 നമ്മൾ നേരെ മുകളിലേക്കും വരച്ചു. എന്നിട്ട് നമ്മളിതിങ്ങനെ മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ എല്ലാവരും ഇങ്ങനെ നേരെ തന്നെയാണ് വരയ്ക്കാറ്. അപ്പൊ അന്നേരം ഞാനിവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 1/4 ഇഞ്ച് നിങ്ങളിങ്ങനെ ചെരിച്ച് വരയ്ക്കണം. 1/4 ഇഞ്ച് ഇതിങ്ങനെ ചെരിച്ച് വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ 1/4 ഇഞ്ച് ചെരിച്ച് വരയ്ക്കുക. ഇങ്ങനെ 1/4 ഇഞ്ച് ചെരിച്ച് വരയ്ക്കുക. അതിനുശേഷം ഈ ഹൈനെക്കിന്റെ വീതി എന്ന് പറയുന്നത് 2.25 ഇഞ്ച് വീതി കൊടുക്കണം. അപ്പൊ അല്ലെങ്കിൽ 4 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് പിടിക്കണമെങ്കിൽ നമ്മൾ 2 ഇഞ്ച് കൊടുത്താൽ മതി. 4 ഇഞ്ച് പോയിന്റും ആണ് നമ്മൾ തയ്യൽത്തുമ്പ് പിടിക്കുന്നതെങ്കിൽ നമ്മൾ 2.25 ഇഞ്ച് കൊടുക്കണം. അതായത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഹൈനെക്കിന് 1.5 ഇഞ്ച് വീതി കിട്ടണം. അപ്പൊ ഞാനിവിടെ 2 ഇഞ്ച് വീതിയാണ് കൊടുക്കണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തയ്യൽത്തുമ്പ് 4 ഇഞ്ച് വീതം പിടിക്കുന്നുള്ളൂ. അപ്പൊ രണ്ടറ്റത്തും 4 ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് പിടിക്കുന്നത് കൊണ്ട് 2 ഇഞ്ച് വീതിയെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ 2 ഇഞ്ച് വീതിക്ക് ഞാനിവിടെ ഹൈനെക്ക് വരച്ചു. അപ്പൊ ഹൈനെക്ക് ഞാനിവിടെ വരച്ചു. ഇനി ഇതിന്റെ കഴുത്ത് എന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിൽ കഴുത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ റൗണ്ട് കഴുത്താണ്. അപ്പൊ അത് ഞാനിങ്ങനെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഒരു 5 ഇഞ്ച് ഇറക്കി ഒരു 2.25 ഇഞ്ചില് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഷേപ്പുകളിൽ കഴുത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ വി ഷേപ്പ് കൊടുക്കാം. അപ്പൊ അത് നമ്മൾ യുക്തം പോലെ ചെയ്യാം. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് കഴുത്തിറക്കിയിട്ട് നമ്മളിങ്ങനെ വി ആയിട്ട് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയും കഴുത്ത് കൊടുക്കാം. അത് നമ്മുടെ യുക്തം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാനത് കാണിച്ചു തന്നേ ഉള്ളൂ. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിവിടെ പ്രിൻസസ് കട്ടാണ് വേണ്ടത്. അപ്പം അതിൻ്റെ കണക്ക് ഫ്രണ്ടിലെ കണക്കാണ് ഇനി ഞാൻ പറയുന്നത് കേട്ടോ. അത് നമ്മൾ ഇവിടെ ഈ ലൈൻ ഉണ്ടല്ലോ, ആം ഹോളിൻ്റെ ഈ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഈ ലൈനിൽ ഞാനിപ്പോൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 2 ഇഞ്ച് കൂട്ടിയാണ് കൊടുക്കുന്നത്. 2 ഇഞ്ച് ലൂസ് കൂട്ടി. അപ്പൊ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 9.5 ഇഞ്ച്. 9.5 2 ഇഞ്ച് കൂട്ടി 11.5 ഇഞ്ച്. 11.5 ഇഞ്ചിന് കഴിഞ്ഞ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. അങ്ങനെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ലൈനിൽ ഞാൻ മാർക്ക് ചെയ്തത് ചെസ്റ്റ് വണ്ണത്തിനോട് 2 ഇഞ്ച് ലൂസ് കൂട്ടി അതിന് ശേഷം 1 ഇഞ്ച് തയ്യൽത്തുമ്പ് ഞാൻ മാർക്ക് ചെയ്തു. അങ്ങനെയാണ് ഞാനിവിടെ മാർക്ക്. ഈ ലൈനിൽ ചെസ്റ്റ് വണ്ണത്തിന്റെ 4/1 2 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. അങ്ങനെയാണ് മാർക്ക് ചെയ്തത് കേട്ടോ. ഇനി ഇതിന്റെ ടക്കാണ് നമ്മൾ ടക്കിന്റെ ഇറക്കം ഒന്നും അളവെടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഇതിന്റെ ടക്കിന്റെ ഇറക്കം എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റ് വണ്ണത്തിന്റെ 4/1. അത് നമ്മൾ ഈ ഇവിടുത്തെ തയ്യൽത്തുമ്പ് 4 ഇഞ്ചും പോയിന് തയ്യൽത്തുമ്പ് കഴിച്ചിട്ടാണ് കേട്ടോ. ഈ 4 ഇഞ്ചും പോയിന്റ് ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പുണ്ട്. ആ തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് അതിന്റെ 4/1. അപ്പോൾ 40 ഇതിന്റെ ബ്രസ്റ്റ് അളവ്. അപ്പൊ അതിന്റെ 4/1 എന്ന് പറയുന്നത് 10 ഇഞ്ച്. ആ 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ലൈനിൽ ഞാനിങ്ങനെ ഒന്ന് നേരെ വരയ്ക്കുന്നു കേട്ടോ. അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്, ആ അളവൊന്നും അറിയാൻ വേണ്ടിയിട്ട് അത് ഞാൻ നേരെ വരച്ചു. എന്നിട്ട് ഇനി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബ്രസ്റ്റിന്റെ പോയിന്റും ബ്രസ്റ്റിന് പോയിന്റും തമ്മിൽ 2 ബ്രസ്റ്റ് പോയിന്റ് തമ്മിലുള്ള അകലമാണ്. ആ അകലം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് വണ്ണത്തിന്റെ 10/1 നമ്മൾ അതിന് അകലം കൊടുക്കണം. അപ്പോൾ 10/1 എന്ന് പറയുമ്പോൾ 4 ഇഞ്ച്. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ ഈ തയ്യൽത്തുമ്പ് കഴിച്ച് 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അത് തന്നെ ഞാനിവിടെ താഴെ മാർക്ക് ചെയ്യുന്നു കേട്ടോ. 4 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തു. അതിനുശേഷം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ബ്രസ്റ്റിന്റെ ഈ ലൈൻ ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ബ്രസ്റ്റ് ലൂസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്രസ്റ്റ് ലൂസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റിന്റെ ഇവിടെ ചെസ്റ്റ് വണ്ണത്തിന്റെ 4/1 നമ്മൾ 2 ഇഞ്ച് ലൂസ് ചേർത്തു. ഇവിടെ ബ്രസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യണം. ബ്രസ്റ്റ് അളവിന്റെ 4/1 നമ്മൾ 1.25 ഇഞ്ച് ലൂസ് ചേർക്കണം.
ബ്രസ്റ്റ് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അതിന്റെ 4 എന്ന് പറയുന്നത് 10 ഇഞ്ച്. 10 ഇഞ്ചിനോട് നമ്മൾ 1.25 ഇഞ്ച് ലൂസ് ചേർക്കും. 1.25 ഇഞ്ച്. അപ്പോൾ 10ഉം 1.25ഉം 11.25 ഇഞ്ച്. അപ്പോൾ 11.25 ഇഞ്ച് ലൂസിൽ ഞാനിങ്ങനെ നേരെ ഒന്ന് താഴേക്ക് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം കേട്ടോ. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ കൊടുത്തു. ഇവിടെ ബ്രസ്റ്റ് അളവ് മാർക്ക് ചെയ്തത് 4:1 1.25 ഇഞ്ച് ലൂസ് കൂട്ടി കേട്ടോ. മുകളിൽ നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടി, താഴെ നമ്മൾ 1.25 ഇഞ്ച് ലൂസ് കൂട്ടി. എന്നിട്ട് ആ ലൈൻ ഞാനിങ്ങനെ നേരെ താഴേക്ക് വരച്ചു. എന്നിട്ട് അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ താഴത്തെ ഈ ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ലൈനിൽ ഞാൻ ഈ ടക്കിൻ്റെ ഇറക്കം എത്ര വേണമെന്ന് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഈ ടക്കിൻ്റെ ഇറക്കം എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അളവിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ടക്കിൻ്റെ ഇറക്കം കണ്ടുപിടിക്കണം. ടക്കിൻ്റെ ഇറക്കം എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ടക്ക് പോയിന്റ് ഇറക്കിയിട്ടുണ്ടല്ലോ, അത് 10 ഇഞ്ചാണ്. അതിൻ്റെ 3/1. അപ്പോൾ 3/1 എന്ന് പറയുമ്പോൾ 3.25 ഇഞ്ച്. 3.25 ഇഞ്ചും ഒരു പോയിന്റും വരും. അതിന് നമുക്കൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3.25 ഇഞ്ചാണ് ടക്കിൻ്റെ ഇറക്കം കേട്ടോ. അപ്പോൾ ടക്കിൻ്റെ ഇറക്കം കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അതായത് നമ്മുടെ ടക്ക് പോയിന്റ് എത്രയാണോ ഇറക്കിയേക്കണേ അതിൻ്റെ 3/1 ടക്കിൻ്റെ ഇറക്കം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ടക്കിൻ്റെ ഇറക്കം ഞാനിങ്ങനെ നേരെ വരയ്ക്കാം. ടക്കിൻ്റെ ഇറക്കം കേട്ടോ. ഇനി നമുക്ക് ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കണം. ടക്കിൻ്റെ വീതി എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയാം. ഈ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത ഈ ലൈൻ ഉണ്ടല്ലോ, ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത ഈ ലൈനിൽ നമ്മൾ വേസ്റ്റ് അളവിൻ്റെ 4/1 മാർക്ക് ചെയ്യണം. ഈ ലൈനിൽ വേസ്റ്റ് അളവിൻ്റെ 4/1. വേസ്റ്റ് അളവ് എത്രയാണ്? 33. അതിൻ്റെ 4/1 എന്ന് പറയണത് 8.25. അപ്പോൾ ഈ തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് നമ്മൾ 8.25 ഇഞ്ച് മാർക്ക് ചെയ്യണം. ആ തയ്യൽത്തുമ്പ് കഴിച്ച് നമ്മൾ 8.25 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനുശേഷം 8.25 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ലൈനിലേക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 2.25 ഇഞ്ചുണ്ട്. അപ്പോൾ 2.25 ഇഞ്ച് നമുക്ക് ടക്കിന് വീതി കൊടുക്കേണ്ടതുണ്ട്. 2.25 ഇഞ്ച്. അപ്പോൾ 2.25 ഇഞ്ച് നമ്മൾ ടക്കിന് വീതി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ, ഇത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നമ്മളിവിടെ മുറിക്കും. ഇവിടെ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിലും അത് ജോയിൻ ചെയ്യാനായിട്ട് 4 ഇഞ്ച് പോയിന്റും വെച്ച് തയ്യൽ തുമ്പ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മുറിക്കുന്നത് കൊണ്ട് 4 ഇഞ്ച് പോയിന്റ് കുറച്ചേ നമുക്കിവിടെ ടക്കിന് വീതി കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ടക്കിന്റെ മൊത്തം വീതി എന്ന് പറഞ്ഞാൽ 2.25 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ 2.25. അപ്പോൾ 2.25 ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടക്കിന്റെ വീതി. അതായത് തയ്ച്ച് കഴിയുമ്പോൾ ഇത്രയും വീതി വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിവിടെ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ വീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ 4 ഇഞ്ച് പോയിന്റ് തുമ്പ് കൂടുതൽ പിടിക്കുമ്പോൾ ഈ ടക്കിന്റെ വീതി കൂടിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, 4 ഇഞ്ചും പോയിന്റും ഇതിൽ കുറയ്ക്കും. ഈ 2 സൈഡിൽ നിന്നും 4 ഇഞ്ചും പോയിന്റും ഇങ്ങനെ കുറയ്ക്കുക. എന്നിട്ട് ഇതാണ് ടക്കിന്റെ വീതി. അപ്പോൾ നമ്മൾ അടിച്ചു വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള വീതി കിട്ടും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലൂടെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടക്കിന്റെ വീതി എന്ന് പറയുന്നത് 2.25 ഇഞ്ചാണെങ്കിലും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 4 ഇഞ്ച് പോയിന്റും വീതം ഓരോ സൈഡിൽ നിന്ന് കുറയ്ക്കും. അതായത് 3/4 ഇഞ്ച് കുറച്ചു, ബാക്കി 2 ഇഞ്ച്. അപ്പോൾ 2 ഇഞ്ചിനെ നമ്മൾ 2 സൈഡിലേക്ക് ഓരോ ഇഞ്ച് വെച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും. അതാണ് ടക്കിന്റെ വീതി. അപ്പോൾ അത് ഞാൻ ഈ പോയിന്റിലേക്ക് ഒന്ന് വരയ്ക്കാം. ഇതാണ് ടക്കിന്റെ വീതി. അതിനുശേഷം ആ ലെവലിൽ നമ്മൾക്ക് നേരെ താഴേക്ക് വരയ്ക്കണം കേട്ടോ. ആ ലെവലിൽ തന്നെ നമ്മൾ നേരെ താഴേക്ക് വരയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ 3/4 ഇഞ്ച് ഇത് കൂടുതലിട്ടായിരുന്നു. അപ്പോൾ ആ ലെവലിൽ നമ്മൾ നേരെ താഴേക്ക് വരയ്ക്കുകയാണ് കേട്ടോ. അതിങ്ങനെ നേരെ താഴേക്ക് വരച്ചു. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിന് നമ്മളിവിടെ ഈ ആം ഹോള് വെട്ടിൻ്റെ അവിടെ കട്ട് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. സാധാരണ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ അങ്ങ് കൊടുക്കാറേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ അങ്ങ് വരയ്ക്കും. ആ വരയിൽ അങ്ങ് കട്ട് ചെയ്യും. അങ്ങനെ അല്ല നമ്മൾ വാസ്തവത്തിൽ കട്ട് ചെയ്യണത്. അത് സാധാരണ ബ്ലൗസിന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ ബ്ലൗസിന് നമ്മളിവിടെ ഒരു ടക്ക് അടിക്കുമ്പോൾ നമ്മൾ എത്ര ടക്ക് അടിക്കുന്നത്, 3/4 ഇഞ്ച് നമ്മൾ ടക്ക് അടിക്കും. അപ്പോൾ ഈ 3/4 ഇഞ്ച് നമ്മൾ ടക്ക് അടിക്കുന്ന
അത് സാധാരണ ബ്ലൗസിൽ അടിക്കുന്നത് പോലെ തന്നെ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തേച്ചാൽ കൂട്ടി അടിക്കുന്നേ ഉള്ളൂ. അപ്പോഴും അത് 1/4 ഇഞ്ച് തന്നെ അത്രേ വരത്തുള്ളൂ. അപ്പോൾ പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടക്ക് അടിക്കുന്നതിനല്ല പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. നമ്മൾ സാധാരണ ബ്ലൗസിന് ഇങ്ങനെ ഇവിടെ 1/4 ഇഞ്ച് ഒരു ടക്ക് അടിക്കും. പക്ഷേ ഈ പ്രിൻസസ് കട്ടിന് സാധാരണ ചെയ്യുന്നത് ഇതങ്ങ് മുറിച്ചേച്ച് കൂട്ടി അടിക്കും. അത്രേ ഉള്ളൂ അതിന്റെ വ്യത്യാസമായിട്ട് ഉള്ളൂ. അപ്പൊ പക്ഷെ അത് അങ്ങനെയല്ല പ്രിൻസസ് കട്ട്. ഇവിടെയുള്ള വ്യത്യാസം, നമ്മൾ ഈ ചെസ്റ്റ് അളവ് നമ്മൾ എത്രയാണ് കൂട്ടിയെന്നറിയോ? ചെസ്റ്റ് അളവിന്റെ 4/1 നമ്മൾ 2 ഇഞ്ചാണ് ലൂസ് കൂട്ടിയത്. ഈ 2 ഇഞ്ച് ലൂസ് എന്തിനാ കൂട്ടിയെന്നറിയോ? അത് ഞാനിവിടെ വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതാണ് പ്രിൻസസ് കട്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിനി ഈ ടക്ക് എത്ര ഇറക്കിയോ, ഈ ടക്കിന്റെ ഇറക്കം ഉണ്ടല്ലോ, ഈ ടക്കിന്റെ ഇറക്കം അതായത് 3.25 ഇഞ്ചാണ്. ആ 3.25 പകുതി നമ്മൾ ഈ ചെസ്റ്റ് ലൈനിൽ നിന്ന് മുകളിലേക്ക്, അതായത് 1.5 പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ആം ഹോളിന്റെ സെന്റർ നമ്മൾ മാർക്ക് ചെയ്യുന്നു. 6.25 പകുതി 3 പോയിന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മാർക്കുണ്ടല്ലോ, അതായത് ചെസ്റ്റ് ലൈനിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത 1.25 ഇഞ്ച്, അതായത് 3.25 ഇഞ്ച് ഉണ്ട്. അതിന് നമുക്ക് 1.5 പോയിന്റ് വേണം. അതിന് നമുക്കൊരു 1.25 കയറ്റി കൊടുത്താൽ കുഴപ്പമില്ല, 1.25 ഇഞ്ച്. അതിന് നമ്മൾ ഈ ടക്കിന്റെ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ? ഈ ടക്കിന്റെ പോയിന്റിൽ നിന്ന് ഈ ടക്കിന്റെ പോയിന്റിലേക്കാണ് നമ്മൾ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ ഈ ടക്കിന്റെ ഈ മൂലയുണ്ടോ, അല്ല ആം ഹോളിന്റെ, അതിനുശേഷം നമ്മൾ ചെയ്യണം ഈ ആം ഹോളിന്റെ ഈ മൂല ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് മാറ്റി നമ്മളിങ്ങനെ ഒരു ലൈൻ കൊടുക്കും, മാർക്ക് കൊടുക്കുന്നു. ആ മാർക്കിലേക്ക് നമ്മൾ ഈ മോളിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ കൊടുക്കുകയാണ്. ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ മോളിൽ നിന്ന് നമ്മൾ ലൈൻ കൊടുക്കും. ഇതാണ് നമുക്ക് ഇതിന്റെ സെന്ററിൽ, ഇവിടെയാണ് നമ്മൾ ഷേപ്പ് എടുക്കുന്നത് കേട്ടോ. അതിനൊട്ടാണ് ഇവിടെ നമ്മൾ സെന്റർ മാർക്ക് ചെയ്ത് ആ ഷേപ്പ് എടുക്കുന്ന ഇടം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ചെസ്റ്റ് ലൈൻ ഞാനിങ്ങനെ ഫുള്ളായിട്ട് വരയ്ക്കാം. അപ്പൊ നമ്മളിവിടെ 1/2 ഇഞ്ച് നമ്മളിങ്ങനെ മാറ്റി അതിൻ്റെ ഇങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ ലൈൻ വരച്ചു. ഇനി നമ്മൾ ചെയ്യണമെന്നറിയോ? ഇവിടെ നമ്മളൊരു ഇതിപ്പോ ബ്രസ്റ്റ് അളവ് കൂടുതലുണ്ട്. അപ്പൊ ബ്രസ്റ്റ് കൂടുതലുള്ള ഒരാളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ നമുക്ക് 40 ഇഞ്ചാണ്. ഇപ്പൊ 40 ഇഞ്ചിന് മുകളിൽ ഒരു 44 ഒക്കെ ബ്രസ്റ്റ് അളവ് വരുവാണെങ്കിൽ നമ്മളിവിടെ ഒരു 1 ഇഞ്ച് അകത്തി കൊടുക്കണം. ഇതിപ്പോ ബ്രസ്റ്റ് അളവ് 40 ഇഞ്ച് ആയതുകൊണ്ട് നമ്മൾ 3/4 ഇഞ്ച് നമ്മളിവിടെ ഈ ലൈനിൽ നിന്ന് 3/4 ഇഞ്ച് നമ്മളിവിടെ മാറ്റി വരയ്ക്കണം. എന്നിട്ട് ആ ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണോ? ഈ പോയിന്റിൽ നിന്ന് വീണ്ടും ഒരു ലൈൻ വരയ്ക്കണം. ആ ലൈൻ നമ്മൾ ഇച്ചിരി നീട്ടി വരയ്ക്കണം കേട്ടോ. അതിൽ നമ്മൾ നീട്ടി വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ 1.25 ഇഞ്ച് കയറ്റി വരച്ചത് നമ്മളിങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് വരയ്ക്കണം. ഇങ്ങനെ. എന്നിട്ട് ഈ ലൈനിന്റെ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് വരയ്ക്കണം. വേണ്ട, ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വരയ്ക്കണം. അപ്പൊ ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ 3/4 ഇഞ്ച് ഇത്രയും ഭാഗം ഉണ്ടല്ലോ, നമ്മൾ തുണി മുറിച്ച് കളയണം. ഈ 3/4 ഇഞ്ച് തുണി നമ്മൾ മുറിച്ച് കളയണം. അപ്പൊ ഇങ്ങനെ ഇത് മുറിച്ച് കളയാനുള്ള ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ 2 സൈഡിലും 1/4 ഇഞ്ചും പോയിന്റും വീതം തയ്യൽ തുമ്പ് വരും. 1/4 ഇഞ്ചും പോയിന്റും വീതം 2 സൈഡിലും തയ്യൽ തുമ്പ് വരും. കണ്ടോ? അതുകൊണ്ടോ ഇങ്ങനെ നമ്മൾ 1/4 ഇഞ്ചും പോയിന്റ് തയ്യൽ തുമ്പ് 2 സൈഡിലും വരും. അതായത് ഈ നടുക്കത്തെ ഈ 3/4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോഴാണ് ഇത് ശരിക്കും പ്രിൻസസ് കട്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇങ്ങനെ സാധാരണ ബ്ലൗസിന് അടിക്കണ പോലെ 3/4 ഇഞ്ച് ടക്കിന്റെ അത്രയോ ആ 3/4 ഇഞ്ച് നമ്മളിങ്ങനെ നടുവെ ഒന്ന് മുറിച്ചിട്ട് കൂട്ടി അടിച്ചാൽ ആ 3/4 ഇഞ്ച് ടക്കിന്റെ അത്രയും ലൂസ് കുറയുന്നേ ഉള്ളൂ. പക്ഷെ പ്രിൻസസ് കട്ടിന്റെ ഷേപ്പും റിഗാളിന്റെ ഫിനിഷിങ്ങും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ 3/4 ഇഞ്ച് മുറിച്ച് കളഞ്ഞതിന് ശേഷം വേണം നമ്മളിവിടെ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമ്മൾ ബ്ലൗസിന്റെ കപ്പൊക്കെ നല്ല സ്റ്റൈലിൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ നമ്മൾ ഈ ബോക്സ് കൊടുത്തേക്കുണ്ടല്ലോ,
ആ ബോക്സിൻ്റെ അവിടെ നമ്മളിങ്ങനെ ഈ ഷേപ്പ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ ഷേപ്പ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്പോൾ ഈ റിഗാളിൻ്റെ പകുതി, ആംഹോളിൻ്റെ പകുതി ഇവിടം വരെയായി. അതിനുശേഷം നമ്മൾ ഇവിടെ ഇനി ഷേപ്പ് കൊടുക്കണം കേട്ടോ. ഈ ബോക്സിൻ്റെ ഈ സൈഡിലാണ് നമ്മൾ ഷേപ്പ് കൊടുക്കണം കേട്ടോ. ഇത് അപ്പോൾ ആംഹോളിൻ്റെ പകുതി ഇവിടം വരെ വരും, അതിൻ്റെ പകുതി ഇവിടെയും വരും. ഇത്രയും ഭാഗം നമ്മൾ മുറിച്ചും കളയും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇനി നമ്മൾ ഈ ആംഹോള് അളവില്ലല്ലോ, അപ്പോൾ നമ്മളതിൻ്റെ ബോഡി മെഷർമെന്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ കണക്ക് കൂട്ടിയത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കാം, ഇത് ഈ ആംഹോളും ഒപ്പം ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 1/2 ഇഞ്ച് ഇവിടെ സ്ലോപ്പ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോട് കൂട്ടിയാണ് അളക്കണം കേട്ടോ. അതിങ്ങനെ നമ്മൾ അളന്നു നോക്കുമ്പോൾ നമുക്കിവിടെ 8.5 ഇഞ്ചുണ്ട് ഉണ്ടോ. അപ്പോൾ ആ 8.5 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം നമുക്ക് ഇതിനോട് ചേർത്ത് നമുക്കിങ്ങനെ ഒന്ന് അളന്നു നോക്കാം. അപ്പോൾ ഇതിവിടെ 4.25. ആ 4.25 ഞാനിവിടെ വെച്ചു. അതിനുശേഷം ഇങ്ങനെ അളക്കുവാണ് കണ്ടോ. അപ്പോൾ ഇവിടെ 8.5 ഇഞ്ച്, 8.5 ഇഞ്ച് ഒരു പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ 8.5 ഒരു പോയിന്റുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ആംഹോള് നമ്മൾ. അപ്പോൾ അത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്നുള്ള ടക്ക്, ആ സൈഡിൽ നിന്നുള്ള ടക്ക് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് ഓരോ 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി നമുക്കിവിടെ 2 സൈഡിലേക്കും 1/4 ഇഞ്ച് വീതം 1/2 ഇഞ്ച് ടക്ക് കൊടുത്താൽ മതി. 2 സൈഡിലേക്കും 1/4 ഇഞ്ച് വീതം 1/2 ഇഞ്ച് ടക്ക്. അങ്ങനെ നമ്മളിവിടെ ടക്ക് കൊടുക്കും. ഇവിടെ നമ്മൾ ബാക്കിൽ കൊടുത്ത പോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിങ്ങനെ ഇതിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെയാണ് പ്രിൻസസ് കട്ട്. നമുക്ക് കഴുത്ത് ഞാൻ പറഞ്ഞല്ലോ, കഴുത്ത് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. വി വേണമെങ്കിൽ വി കൊടുക്കാം, ഇങ്ങനെ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് കൊടുക്കാം, പല രീതിയിൽ കൊടുക്കാം. അപ്പം ഞാനതിങ്ങനെ കാണിച്ചു തന്നുള്ളൂ. ഇനി ഇവിടെ നമ്മളെ ജോയിന്റ് ഇല്ല. അപ്പം ആ ജോയിന്റ് ഇല്ലാതെയാണ് അതിനൊക്കെ വരുന്നത്. അപ്പം ഞാനിത് കട്ട് ചെയ്യാം. തേങ്ങയുടെ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്നു വെച്ചാൽ ഈ ബാക്ക് ഇങ്ങനെ വെക്കുക. ബാക്കിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ബാക്കിൻ്റെ ഈ സൈഡും ഫ്രണ്ടിൻ്റെ ഈ സൈഡും കൂടെ ഒപ്പം ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ഒപ്പം വെച്ചതിന് ശേഷം ഈ ടക്കിൻ്റെ സെൻറ്റർ വരെ ഉണ്ടല്ലോ, നമ്മൾ ഇവിടുന്ന് ഷേപ്പ് എടുത്ത് കളയണം. ഇങ്ങനെ നമ്മൾ ഷേപ്പ് അങ്ങ് എടുത്ത് കളയണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ആ ഷേപ്പ് അങ്ങ് എടുത്ത് കളയാം. അപ്പോൾ അടിച്ചു വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും, ഫ്രണ്ടിന് ആവശ്യത്തിന് ഇറക്കം കിട്ടും. അപ്പോൾ ഇങ്ങനെ ആ ഭാഗം ഷേപ്പ് എടുത്ത് കളയാം. ആ തന്നെ മാർക്ക് ചെയ്യുന്നു. ആണ് നമ്മൾ ടക്ക് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മളിത് സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിതിങ്ങനെ പോയിന്റ് ആയിട്ടല്ല നിൽക്കണേ. അപ്പോൾ ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഒരു സ്വല്പം ഒന്ന് നികത്തി എടുക്കണം കേട്ടോ. കൃത്യം പോയിന്റ് ആയിട്ടിരിക്കാതെ ഒരു ചെറിയ ഷേപ്പ് ഇങ്ങനെ നോക്കണം കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ 2 സൈഡ് ഇങ്ങനെ തയ്യൽ തുമ്പ് വരും. അപ്പോൾ നടുക്കുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം.
കണ്ടോ, നമ്മളിങ്ങനെ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ 1/4 ഇഞ്ച് അതിൻ്റെ ഉള്ളിലുള്ള ആ 1/4 ഇഞ്ച് നമ്മൾ എടുത്തു കളയണം. എടുത്തു കളഞ്ഞു. അതിനുശേഷം ഈ ഷേപ്പും കൂടെ നമ്മൾ കൂടെ വെക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെയും 1/4 ഇഞ്ചും പോയിന്റ് തുമ്പ്, ഇവിടെയും 1/4 ഇഞ്ചും പോയിന്റ് തുമ്പ്. എന്നിട്ട് നമ്മൾ അതിങ്ങനെ വെച്ച് നമ്മൾ അടിച്ചെടുക്കണം. ഇങ്ങനെ വെച്ച് അടിച്ച് നമ്മളിങ്ങനെ മറിക്കണം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിച്ച് കഴിയുമ്പോൾ നമ്മളുണ്ടല്ലോ ഈ ഭാഗം കണ്ടോ, ഇത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ മൂല നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കളയും. അപ്പോൾ ആ ആം ഹോൾ ഇങ്ങനെ കറക്റ്റായിട്ടിരിക്കും നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് പ്രിൻസസ് കട്ട് ചെയ്യണത്. അതിനുശേഷം നമ്മളിങ്ങനെ താഴേക്ക് നമ്മളിങ്ങനെ കറക്റ്റ് അടിക്കുന്നു. ഇങ്ങനെയാണ് പ്രിൻസസ് കട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഹൈനക്ക് ഉണ്ടല്ലോ, ഹൈനക്ക് കണ്ടോ, ഈ ഹൈനക്ക് ഞാൻ ജോയിന്റ് ഇല്ലാതെയാണ് കട്ട് ചെയ്തേക്കണേ. കണ്ടോ, ഇത് നമുക്ക് ജോയിന്റ് ഇല്ലാണ്ട് നമുക്ക് ഹൈനക്ക് അടിച്ചെടുക്കാവുന്ന രീതിയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. സാധാരണ ഇവിടെ ജോയിന്റ് ചെയ്താണ് നമ്മൾ അടിക്കുന്നത് ഹൈനക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ജോയിന്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് തയ്ക്കുന്നില്ല, തയ്ച്ച് ഞാനിങ്ങനെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ജോയിന്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ബാക്കാണ്. അപ്പോൾ ബാക്കിൻ്റെ അവിടെ നമ്മളിങ്ങനെ ബാക്കി ഇങ്ങനെ വെക്കുന്നു. ഇതാണ് ഈ പടിയുടെ സെൻറ്റർ കേട്ടോ, ഈ പടിയുടെ സെൻറ്ററാണിത്. അപ്പോൾ ആ സെൻറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. അവിടെ നമ്മൾ ഈ ഇവിടം വരെ അടിച്ചു വന്നിട്ട് അത് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കഴുത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വീതി. കഴുത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വീതിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഇത് ജോയിന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പടിയുടെ സെൻറ്ററാണ്. അപ്പോൾ നമ്മൾ ജോയിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മളിതിങ്ങനെ 4 ഇഞ്ച് പോയിന്റ് വീതിക്ക് ഈ കഴുത്തിൻ്റെ ഇവിടം വരെ നമ്മളിങ്ങനെ ജോയിന്റ് ചെയ്യുക. ഉണ്ടോ, ഇവിടെ ഇങ്ങനെ സൂചി കുത്തിയതിന് ശേഷം നമ്മളിതിങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ഈ സെൻറ്റർ കേട്ടോ, ഈ ബാക്കിൻ്റെ ഈ സെൻറ്ററുമായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ 4 ഇഞ്ച് വീതിക്ക് ഈ സെൻറ്റർ വരെ അടിക്കുക. ഉണ്ടോ, ഇതാണ് അതിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് 4 ഇഞ്ച് പോയിന്റ് വീതിക്ക് അടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തുക. അതിനുശേഷം അത് നമ്മളിങ്ങനെ തിരിച്ച് നമ്മൾ ഈ സെൻറ്ററിലേക്ക് അടിക്കുക. ഈ സെൻറ്ററിൽ അടിക്കുക. അവിടെ നിന്ന് നമ്മൾ 4 ഇഞ്ചിന് നമ്മൾ ഇങ്ങോട്ട് അടിക്കുക. അപ്പോൾ ഈ മാർക്കിൽ വരും. അപ്പോൾ നമ്മൾ ഈ മാർക്കിൽ വരും കണ്ടോ. ആ മാർക്കിൽ ഇവിടെ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ചിങ്ങനെ വയ്ക്കുക. അവിടെ നിന്ന് നമ്മൾ തിരിച്ചിങ്ങനെ ഇവിടുന്ന് 4 ഇഞ്ച് പോയിന്റ് നമ്മൾ തിരിച്ചും കൂടെ അടിക്കുക. അതിനുശേഷം നമ്മൾ ഈ കോർണർ ഉണ്ടല്ലോ, ഈ കോർണർ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ ഇത്രയും ഭാഗം തയ്യൽ തുമ്പിൻ്റെ ആ തയ്യലിൻ്റെ അവിടം വരെ നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. കത്രികയ്ക്ക് കട്ട് ചെയ്യുക. ഇങ്ങനെ ഈ 2 സൈഡും നമ്മളിങ്ങനെ ജോയിന്റ് ചെയ്തതിന് ശേഷം കത്രികയ്ക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇത് ജോയിന്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ജോയിന്റ് ഇല്ലാത്ത ഹൈനക്കായിട്ട് നമുക്കിങ്ങനെ കിട്ടും. കണ്ടോ, ഹൈനെക്കിന് ജോയിന്റ് ഇല്ലാതെ നമുക്ക് ഹൈനെക്ക് കിട്ടുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ സ്റ്റിച്ചിങ് എൻ്റെ വീഡിയോ ഇതിനോട് ചേർത്തിടുന്നില്ല. കാരണം ഒത്തിരി സമയം അധികം വരുന്നത് കൊണ്ട് വീഡിയോയുടെ ദൈർഘ്യം കൂടും എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കിൽ ഈ ഹൈനെക്കിന് ജോയിന്റ് ഇല്ലാതെ ഹൈനെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6 നമ്മൾ ബോഡിയിൽ ആം ഹോൾ കൊടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത്
അഞ്ചിലൊന്നാണ്. ചെസ്റ്റ് വണ്ണത്തിൻ്റെ അഞ്ചിലൊന്ന്. അഞ്ചിലൊന്ന് പറയണത് 7.5 ഇഞ്ച്, അതായത് 38 ഇഞ്ചാണ്. 38ൻ്റെ അഞ്ചിലൊന്നെന്ന് പറയുമ്പോൾ 7 ഇഞ്ചും 35ഉം 7.25 പോയിന്റ് വരും. അപ്പോൾ 7.25 പോയിന്റ് വേണം നമുക്ക് ഇതിൻ്റെ കൈയുടെ ആംകോളിൻ്റെ അവിടുത്തെ ലൂസ്. അപ്പം ഞാൻ അതിവിടെ ഒരു 7.25 പോയിന്റ് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഞാനൊന്ന് നേരെ ഇത് തുണി 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാനൊന്ന് മടക്കിയിടാം കേട്ടോ. ഇവിടെ 7.25 ഇഞ്ചും പോയിന്റ് ഞാനിവിടെ വരച്ചു. അതിനുശേഷം ഞാനിവിടെ ആ വിധിക്ക് ഇങ്ങനെ മടക്കിയിട്ടു. എന്നിട്ട് അപ്പോൾ 7.25 പോയിന്റിൽ ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര കൊടുക്കുന്നു. ഇനി നമുക്കിവിടെ മുൻകൈയുടെ ഇതാണ്. അപ്പോൾ മടക്കി അടിക്കാനായിട്ട് ഞാനൊരു 1.25 ഇഞ്ചും, അതിനുശേഷം കൈയുടെ ഇറക്കം ഞാനൊരു 7.5 ഇഞ്ച് കൊടുക്കാം. ഒരു 7.5 ഇഞ്ച് കൈയുടെ ഇറക്കം. അപ്പോൾ ആ 7.5 ഇഞ്ചിൽ ഞാനിങ്ങനെ ഒന്ന് വരയ്ക്കാം. അതിനുശേഷം അതിനൊരു 1/4 ഇഞ്ചും പോയിന്റും തയ്യൽ തുമ്പ്. അപ്പോൾ ഈ 7.5യുടെ പകുതി 3.25 ഇഞ്ച് ഞാൻ താഴേക്ക് ഇറക്കി കൊടുക്കും കേട്ടോ. അതായത് 7.5യുടെ പകുതി 3.25 ഇഞ്ച്. ആ 3.25 ഇഞ്ചാണ് ഇതിൻ്റെ ആംഹോൾ കീഴോട്ട് ഇറക്കേണ്ടതാണ്. അതിൻ്റെ സ്ലോപ്പ് ആംഹോൾ ഇറക്കേണ്ടത് എത്രയാണോ അത് ഇതിൻ്റെ പകുതിയാണ്. അതിൻ്റെ 3.25 ഇഞ്ച്. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, അപ്പോൾ 7.25ൻ്റെ പകുതി 3.5 പോയിന്റും. അപ്പോൾ 3.5 പോയിന്റും സെൻറ്റർ വെച്ചു. എന്നിട്ട് ഇവിടെ ഞാൻ ഇതിൻ്റെ സെൻറ്റർ വെച്ചു. അപ്പം 3.25ൻ്റെ സെൻറ്റർ 1.25 പോയിന്റും ആ സെൻറ്ററും വെച്ചു. എന്നിട്ട് ഈ രണ്ട് സെൻറ്റർ ഞാനിങ്ങനെ ഒന്ന് യോജിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഈ രണ്ടിൻ്റെ സെൻറ്റർ ഇതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മളിങ്ങനെ ആംഹോൾ സ്കെയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യാം, അങ്ങനെ ബന്ധിപ്പിക്കാം കേട്ടോ. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ തിരിച്ചും വയ്ക്കുക, ഇനി നമ്മൾ മുൻകൈയുടെ ലൂസ് ഇത് എത്രയാണെന്ന് ഇതിനകത്ത് അളവിലില്ലാത്തത് കൊണ്ട് നമുക്കൊരു ഏകദേശം വയ്ക്കാം. ഒരു 12.5 ഇഞ്ചെന്ന് കൂട്ടിക്കും. അപ്പോൾ ഒരു 6.25 ഇഞ്ച് ഞാനിവിടെ പകുതി കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ആംഹോളിൻ്റെ ലൂസിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കണം. ഇങ്ങനെ ഷേപ്പ് കൊടുത്താണ് വരയ്ക്കണം കേട്ടോ. സ്കെയിൽ നേരെ വെച്ചല്ല വരയ്ക്കണേ, സ്കെയിലിൽ ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് വരയ്ക്കണം നമ്മൾ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് നമുക്ക് ഫ്രണ്ട് കുഴിച്ചു വെട്ടണം. അപ്പോൾ അത് ഇങ്ങനെ ഈ കൈ മുറിച്ചെടുത്തതിന് ശേഷം മതി. അപ്പോൾ നമ്മൾ സ്ലീവ് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഇഞ്ചോളം നമ്മളിങ്ങനെ നേരെ നിൽക്കത്തക്കമാണ്. 1 ഇഞ്ചോളം നമുക്കിങ്ങനെ നേരെ വരണം. അതിനുശേഷം നമുക്കിങ്ങനെ ഷേപ്പായിട്ട് വരണം. അങ്ങനെയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അളന്ന് നോക്കാം. മറ്റേ നമുക്ക് 8.5 ഇഞ്ചാണല്ലോ, ഇത് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. കണ്ടോ, ഇത് കൃത്യം 8.5 ഇഞ്ചുണ്ട്. അപ്പോൾ നമ്മൾ ബോഡിയുടെ ലൂസ് ബോഡിയുടെ ആംഹോൾ 8.5 ഇഞ്ചായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കൈ വെട്ടി കഴിയുമ്പോൾ കൈയുടെ ലൂസും 8.5 ഇഞ്ചുണ്ട്, കറക്റ്റ് 8.5 ഇഞ്ചുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കൈ വെട്ടുന്നത്. കൈ വെട്ടിയതിന് ശേഷം നമുക്കതിൻ്റെ മുൻകൈയുടെ ഇത് കുഴിച്ചു വെട്ടാം. ഇപ്പോൾ ഇവിടെ ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി വെട്ടുകയാണ്. ഞാൻ വരച്ചില്ല കേട്ടോ, ഞാൻ 1 ഇഞ്ച് കൂട്ടി അങ്ങ് വെട്ടുവാണ്. തയ്യൽ തുമ്പിന് വേണ്ടി 1 ഇഞ്ച് കൂട്ടി വെട്ടുവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൈയുടെ ആംഹോളിൻ്റെ ലൂസ്. അപ്പോൾ ഇത് ഇതിൻ്റെ സെൻറ്റർ. ഇനി നമുക്കിവിടെ ഒരു 4 ഇഞ്ചോളം നമ്മളിങ്ങനെ ഫ്രണ്ട് കുഴിച്ചു വെട്ടണം ഉണ്ടോ. അങ്ങനെ നമുക്കൊരു 4 ഇഞ്ചോളം നമ്മളിവിടെ ഫ്രണ്ട് ഇങ്ങനെ നമ്മളെ ഫ്രണ്ട് കുഴിച്ചും വെട്ടി ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റിലൂടെ എന്നോട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്.
ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കമൻ്റൊക്കെ ഇടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് കമൻറ്റ് വായിക്കാൻ അല്ലെങ്കിൽ നോക്കാനൊക്കെ ഇച്ചിരി താമസിച്ച് പോയാൽ എപ്പോഴെങ്കിലും നോക്കിയിട്ട് ഞാൻ അതിന് മറുപടിയൊക്കെ തരുന്നതാണ്. അതുകൊണ്ട് കമൻറ്റ് ഇടാതെ ഒന്നും ഇരിക്കരുത്. ഞാൻ ഡെയിലി വീഡിയോ ചെയ്യാനൊന്നും എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അവസരം കിട്ടുന്നതനുസരിച്ച് മറ്റ് വീഡിയോ വീണ്ടും ഇടാം. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ്.